ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട് തന്നെ കുറവൻകുറുത്തി മലയാണ് ഗൈസ്. ഈ ഒരു കുറവൻകുറുത്തി മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ അത്രയ്ക്ക് കാറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ കുറവൻകുറുത്തി മല ഇങ്ങനെ ഒരു സ്റ്റാച്യു ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറവൻകുറുത്തി എന്ന രണ്ട് മലകൾ തമ്മിൽ കൂട്ടിച്ചേർത്താണ് ഇടുക്കി ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഇടുക്കി ഡാം ഉണ്ടായതിൻ്റെ ഒരു എന്താ പറയുക സ്മരണയ്ക്കായാണ് ഈ സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്തോ ഒരു വേഴാമ്പലിൻ്റെ എന്തൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു കുത്തമ്മിനാർ പോലെ ഇങ്ങനെ കയറി പോകണാണേ. ഞങ്ങൾ കയറിപ്പോയപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഒരു വ്യൂ കാണാം ഗൈസ്. പിന്നെ മുകളിലെത്തിയാൽ നല്ല കാറ്റാട്ടോ. അവിടെ നല്ല തണുപ്പുണ്ട്. ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നത്. പിന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് കമ്പം തേനി പ്രദേശമാണ് കേട്ടോ നമ്മൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ഞങ്ങൾ മുന്തിരിത്തോട്ടം കാണാൻ പോയി ഗൈസ്. മുന്തിരിത്തോട്ടത്തിൽ നല്ല പഴുത്ത മുന്തിരി കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ പച്ചമുന്തിരിയുള്ള സൈഡിലോട്ടായി പോയത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തൊടാൻ തോന്നും കേട്ടോ. പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ 500 രൂപ ഫൈനാണ് ഗൈസ്. അതുകൊണ്ട് പേടിച്ചിട്ട് ആരും തൊടാൻ പോയില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വൈന്, ജാമ്, ഈ മുന്തിരി ജ്യൂസ് അങ്ങനെ തന്നെ ഒരുപാട് വിൽക്കുന്നുണ്ടായിരുന്നു മുന്തിരിയായി ബന്ധപ്പെട്ട് കേട്ടോ. ഞങ്ങൾ അതിന് ജാമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും മുന്തിരി ഗൈസ്. ഇത് കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവർ അവിടെ ഇരുന്നിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ അത് വെട്ടി വേറെ ആക്കി വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്തയക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇത് വിളയെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ റിസോർട്ടിലോട്ട് തന്നെ പോന്നു. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തിയതും സ്വിമ്മിങ് പൂളിലോട്ട് ചാടി ഗൈസ്. അവിടെ ഞങ്ങൾ ഫുൾ നടുക്കള്ളം കളിക്കായിരുന്നു. ഞാൻ തന്നെയായിരുന്നു ഗൈസ് കള്ളൻ. കുറേ ഞങ്ങൾ കളിച്ചു. പിന്നെ മെല്ലെ അമ്മേനെ ആക്കൂട്ടോ കള്ളൻ. അങ്ങനെ മാറി കളിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ പോയ ആ മലയിൽ ഒന്നുകൂടെ പോയി വന്ന് അപ്പോഴത്തേക്കും റിസോർട്ടിലെ ആൾക്കാർ ഫുള്ള് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിത് വേഗം ക്യാമ്പ് ഫയറിന് ഇറങ്ങി ഗൈസ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും കുറച്ച് വൈബുള്ള ആൾക്കാരായതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് അങ്ങനെ എല്ലാവരും ഫുൾ വൈബിലാണ്. പിന്നെ റീൽസൊക്കെ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുള്ള് കളിയായിരുന്നു കേട്ടോ. പിന്നെ സുജിപ്പാപ്പൻ്റെ കാര്യം എടുത്ത് പറയണം ഗൈസ്. സുജിപ്പാപ്പൻ ആ ഒരു തീൻ്റെ അടുത്തോട്ടുള്ള സ്റ്റെപ്പുകൾ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ അടുത്തോട്ട് വലിയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ കാല് പൊള്ളുമോ നമുക്ക് പേടിയാവും. പക്ഷേ നല്ല എന്താ പറയുക കുറച്ച് പരിചയത്തോടെ കളിക്കണ പോലെയാണ് കേട്ടോ. ആ തീയിലോട്ടൊന്നും എത്തുന്നതില്ല. പക്ഷെ അതിൻ്റെ തൊട്ടടുത്ത് എത്തിയ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനത്തെ രീതിയിൽ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ കളിച്ച് റീൽസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പ് ഫയർ ഞങ്ങൾ അടിച്ച് പൊളിച്ചു ഗൈസ്. അങ്ങനെ ഇത്രയേ ഉള്ളൂ. ബൈ സീ യു.